പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു നല്ല ദിവസം ആരംഭത്തിൽ അച്ഛൻ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന മക്കൾക്കെല്ലാം ആശ്വാസം നൽകുവാനും നിങ്ങൾക്ക് കൃപയിൽ വളരുവാനൊക്കെ അച്ഛൻ മാർഗം പറഞ്ഞു തരാം. അതാണ് വിശുദ്ധ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. ആ വചന പ്രകാരമാണ്: കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. നോക്ക്, അതായത് നമ്മൾ നന്മ ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ കണ്ണ് നമ്മുടെ നേരെ ഉണ്ടാവും, ചെവികൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥന നേരം തുറന്നിരിക്കും. അതിൻ്റെ വചനം വീണ്ടും പറയാം: എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടെ നിന്ന് മുഖം തിരിച്ചിരിക്കുന്നു. നമ്മൾക്ക് നന്മ ചെയ്ത് മുന്നേറുമ്പോൾ കണ്ണും കാതും ഒക്കെ തമ്പുരാൻ തുറന്ന് നമ്മളുടെ നീതി കാണിക്കുവാൻ വേണ്ടി തുറന്നിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്, അതാ വചനം പറയുന്നത്, ദൈവം നീതിമാന്മാരെ നോക്കുകയും അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അതേസമയം എന്ത് ചെയ്യും? തിന്മ പ്രവർത്തിക്കുന്നവരെ നേരെ മുഖം തിരിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മെ നിരീക്ഷിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മെ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തർത്ഥമാക്കുന്നത്? നാം നന്മ ചെയ്യുമ്പോൾ ഈശോ ആനന്ദിക്കും. അതുപോലെ കണ്ണും കാതും തുറന്നിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം തരുകയും ചെയ്യും. ഈ വാക്യം പ്രിയമുള്ളവരെ പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. ആണ് ആരംഭത്തിൽ പറഞ്ഞത്. ഈ ഒരു വചനമുണ്ട്: വലിയ പ്രത്യാശ നമുക്ക് തരുന്നു, ആശ്വാസം നൽകുന്നു. ഇനി വീണ്ടും നാം വിശ്വാസ പേരിൽ പീഡനം ഏൽക്കുമ്പോഴോ നമുക്ക് ദുഃഖങ്ങളും വേദനയൊക്കെ നമുക്ക് ആരെയും തരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ വചനം ക്രിസ്തുവിനെ പോലെ ധൈര്യത്തോടെ നമ്മെ പിന്തുടരുവാനും കഷ്ടപ്പാടുകൾ സഹിക്കാനും ഇത് നമ്മെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ സിപ്രിയൻ പറയുന്നത്, നീതിമാന ഒരു വ്യക്തി ജീവിതം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കാതുകളിൽ ഒരു ഗാനം ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നത് ഒക്കെ തമ്പുരാൻ്റെ ചെവിയിൽ ഒരു ഗാനം പോലെയാണ്. ഏറ്റവും മനോഹരമായ പ്രാർത്ഥന പോലെ ഈശോയ്ക്ക് അത് സന്തോഷമാണ്. അപ്പോൾ നല്ലൊരു മനോഹരമായ പാട്ട് നമ്മൾ കേൾക്കുന്ന പോലെയാണ് ദൈവപിതാവിൻ്റെ ചെവിയിൽ മനോഹരമായ ഗാനം പോലെ. അപ്പോൾ ദൈവത്തിന് അത് സന്തോഷമാകുന്നു ഈ വിശുദ്ധൻ പറയുക. പ്രിയമുള്ളവരെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നീതിപൂർവ്വം ജീവിക്കാൻ കൃപ എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതം ഭൂമിയിൽ അങ്ങേക്ക് എന്നും പ്രസാദകരമാകട്ടെ. സ്വർഗത്തിൽ എനിക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.